നിയമസഭാ സമ്മേളനം തുടരുന്നു എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിയമസഭാ സമ്മേളനം ഇന്ന് മൂന്നാം ദിവസമാണ്. ബജറ്റിന്റെ ധനാഭ്യർത്ഥന ചർച്ചയാണ് സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ മേലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പോലീസ്, ജയിൽ, അച്ചടിയും സ്റ്റേഷനറിയും, വാർത്താവിതരണം തുടങ്ങിയ വകുപ്പുകളുടേതാണ് ഇന്നത്തെ ചർച്ച. അതേസമയം പതിവ് പോലെ സഭ പ്രക്ഷുബ്ധമാക്കുക എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. വിവരങ്ങളുമായി നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിയമസഭയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യപരിപാടികളെന്ന്. നിർഭൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. നിർഭൻ, തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിയമസഭാ സമ്മേളനം തുടരുന്നു എന്നത് തന്നെയാണ്. ഇന്ന് സഭയുടെ മൂന്നാം ദിനമാണ്. ധനാഭ്യർത്ഥന ചർച്ച തുടരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവിധ വിഷയങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാക്കുകയായിരുന്നു ആദ്യ ദിനം മുതൽ തന്നെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചടക്കം അക്രമാസക്തമാകുന്നത് കണ്ടതാണ്. ഇന്നും അതേ രീതിയിൽ സഭ പ്രക്ഷുബ്ധമാക്കുക എന്ന നിലപാടാണോ പ്രതിപക്ഷം സ്വീകരിക്കാൻ പോകുന്നത്? കഴിഞ്ഞ 2 ദിവസം സഭാ സമ്മേളനം ആരംഭിച്ച ആദ്യ ദിവസവും കഴിഞ്ഞ ദിവസവും സഭ പൂർണ്ണമായി പ്രക്ഷുബ്ധമാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നലെ 2 തവണയാണ് വാക്കൗട്ട് നടത്തിയത്. ഒന്ന്, അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട +2 സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നു. അതിൽ മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ സഭ വിട്ട് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി. അതിനുശേഷമാണ് സ്പീക്കറുടെ, പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് രാജ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ബില്ല് ഏകപക്ഷീയമായി പാസ്സാക്കിയെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രമപ്രശ്നം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതിൽ സ്പീക്കർ ക്രമപ്രശ്നം ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ വിശദീകരണത്തോടുകൂടി ക്രമപ്രശ്നം പരിഹരിച്ചു. അതിനുശേഷവും പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് നടത്തി. പക്ഷേ അതിനുശേഷം വീണ്ടും ധനാഭ്യർത്ഥന ചർച്ചയിൽ വീണ്ടും പ്രതിപക്ഷം സഹകരിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയാണ് വരുന്നത്. അതിൽ പ്രധാനമായി മനു നേരത്തെ പറഞ്ഞതാണ് പോലീസ്, ജയിൽ, അച്ചടി, സ്റ്റേഷനറി, വാർത്താവിതരണം തുടങ്ങിയ കാര്യങ്ങളിലുള്ള ധനാഭ്യർത്ഥനയുടെ ചർച്ചയാണ് ഇന്നുണ്ടാവുക. നമുക്ക് ലഭിക്കുന്ന വിവരം, ഇന്ന് വയനാട് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ വേണ്ടി ആദ്യമായി എത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് വയനാട്ടിലാകും ഉണ്ടാകുക. അതുകൊണ്ട് ഇന്ന് അടിയന്തര പ്രമേയത്തിന് സാധ്യതയില്ല. കാരണം അവർ അടിയന്തര പ്രമേയത്തിനായി അവർ കരുതിയിരിക്കുന്നത് പെരിയാറിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ആശ്വാസ നടപടി സ്വീകരിക്കണം, അതിൽ വീഴ്ച സംഭവിച്ചു സർക്കാരിന് എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള അടിയന്തര പ്രമേയം ഇന്ന് അവതരിപ്പിക്കുന്നതായിരുന്നു നേരത്തെ അറിഞ്ഞ വിവരം. പക്ഷേ ഇന്ന് അതിൻ്റെ സൂചന ലഭിക്കുന്നില്ല. കാരണം നേതാക്കളൊന്നും ഇന്ന് സഭയിൽ, പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് സഭയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാവരും ഇന്ന് വയനാട്ടിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് സഭ അധികം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ചോദ്യോത്തര വേളയിലും ഈ വിഷയം ഉന്നയിക്കാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളായി സഭാ സമ്മേളനം തുടങ്ങിയ ദിവസങ്ങൾ മുതൽ തന്നെ സഭാ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് നീക്കാനുള്ള ശ്രമം മനു സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആവേശമൊക്കെ സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് ഉണ്ടാകും. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിന് ശേഷമാണ് പ്രതിപക്ഷം സഭയിലെത്തുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ ആയുധങ്ങൾ തേച്ചുമിനുക്കി സർക്കാരിനെതിരെ എന്തൊക്കെ പറയാൻ കഴിയുമോ ആ വിമർശനങ്ങൾ സഭയിലെത്തുക സ്വാഭാവികമാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു, ആവേശത്തോടെ ഈ സഭയിൽ പ്രതിപക്ഷം എത്തുന്നത് സ്വാഭാവികമാണ്. കാരണം അവർ പ്രതിപക്ഷം ഈ സഭയിൽ വിജയിച്ചാണ്, പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൻ്റെ ആവേശം അവർക്കുണ്ടാകാം. പക്ഷേ തക്കതായ മറുപടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ കാര്യകാരണങ്ങൾ വിശദമാക്കി വസ്തുതകൾ കണക്ക് പൂർണ്ണമായി സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ആദ്യ വിശദീകരണം ഇന്നലെ സഭയിലായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം വിശദീകരണത്തിന് ശേഷം മുഖ്യമന്ത്രി നൽകിയ വിശദീകരണത്തിൽ എന്തൊക്കെയാണ് ഇനി പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും അടുത്ത ദിവസങ്ങളിൽ അവരുടെ ആവനാഴിയിൽ അമ്പ് ഉപയോഗിക്കുക എന്ന് ഇനി വരും ദിവസങ്ങളിലാണ് കാണാൻ പോവുക. പക്ഷേ ഇന്ന് സഭാ സമ്മേളനത്തിൽ സജീവമായി പ്രതിപക്ഷത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം വയനാട് അവർ നടക്കുന്ന പരിപാടിയാണ്. നാളെ ഇനി ലോക കേരള സഭ ആരംഭിക്കാൻ പോവുകയാണ്. നാളെ മുതൽ ശനിയാഴ്ച വരെ, വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ്. അതുകൊണ്ട് ഇന്നത്തെ സഭാ സമ്മേളനം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ലോകകേരള സഭയ്ക്ക് വേണ്ടിയിട്ടാണ് സഭ ചേരുന്നത്. അതുകൊണ്ട് സഭയുടെ ഈ സഭാ സമ്മേളനത്തിൻ്റെ ഇത് ഒരാഴ്ച ശേഷമാണ്, അവധിക്ക് ശേഷമാണ്, ഒരാഴ്ച നീണ്ട അവധിക്ക് ശേഷമാണ് അടുത്ത് വീണ്ടും സഭാ സമ്മേളനം ചേരുക. ഇന്നത്തെ സഭയിൽ മനു വലിയ തരത്തിലുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ മറ്റംഗങ്ങളൊക്കെ സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ സഭയിൽ മറ്റ് കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്ക്, UDFൻ്റെ അംഗങ്ങൾക്ക് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ലീഗിൻ്റെ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്ന് വയനാട് ആയിരിക്കും മനു. തീർച്ചയായും